എന്താ കുടിക്കണേ? ഞാനാ അടിപൊളി ഹെൽത്തി ആയിട്ട് വേറെ കഞ്ഞിയാണ്. നമ്മൾ നേരത്തെ ഒരു സാധാ കഞ്ഞി ഇട്ടുണ്ടായിരുന്നു. ഇത് ഹെൽത്തി ഒന്നും കൂടി മരുന്നൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണിത്. പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മ ഉണ്ടാക്കി തന്നിരുന്നത് കുത്തിരിച്ചുണ്ട, പച്ചമല്ലി, പിന്നെ ജീരകം, അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്, വെളുത്തുള്ളി അല്ല ചുവന്നുള്ളി ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെ അരച്ചിട്ടൊക്കെ ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ ഇപ്പോൾ കുറച്ച് ഒതുങ്ങി തുടങ്ങി. കാരണം ഉമ്മക്കൊക്കെ വയ്യാണ്ടായി, ഉമ്മ കിടപ്പിലാണ് ഇപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാക്കറ്റ് മരുന്ന് കഞ്ഞീൻ്റെ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് വാങ്ങിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക പറഞ്ഞ്? കഞ്ഞി ആദ്യം ചോറ് വെച്ചിട്ട് ആദ്യം നമ്മൾ സാധാ കാര്യം ചോറ് വെക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അത് തിളച്ച് മറിയുമ്പോൾ വേവക്കായ ഈ കഞ്ഞിയുടെ പൊടിയിടുക. പാക്കറ്റ് വാങ്ങാനല്ലേ? ഒരു പാക്കറ്റ് കൊണ്ട് ഒരു കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരളവ് ഉണ്ടായിന് ഇടാൻ. അതൊരു പാക്കറ്റിൽ നമുക്ക് കുറേ പ്രാവശ്യം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് മരുന്ന് ഇത് എവിടെ നിന്ന് കിട്ടുക? ആ മരുന്ന് കഞ്ഞിൻ്റെ പൊടി ആയുർവേദിക് മരുന്ന് കടയിൽ നിന്ന് ആ പൊടി കിട്ടും. മരുന്ന് കഞ്ഞിൻ്റെ പൊടി ചോദിച്ചാൽ മതി. ഒരു കൂട്ടാണ്. അത് കൂട്ട് വാങ്ങിയിട്ട് ഇതുപോലെ കഞ്ഞിയിലിട്ട് കുടിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ നല്ല അരച്ച ചമ്മന്തി. ജുമിക്ക് വെള്ളം ഇറങ്ങണ്ട. ജുമി വെള്ളം ഇറക്കണ്ടോന്ന്. ഇത് പയറ്. നല്ല അടിപൊളി കോമ്പിനേഷൻ ഐറ്റംസ് ഉണ്ടാവും. അതുപോലെ നല്ല പപ്പടം. ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം, നല്ലതാണ്. നമ്മൾ വെറും ഈ ഫാസ്റ്റ് ഫുഡിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മളെ അസുഖക്കാരനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ നാടൻ ഐറ്റംസൊക്കെ കഴിക്കുക. ശരീരം ഹെൽത്തി ആക്കുക. നിങ്ങളുടെ ജീവിത ലൈഫിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുക. പഴഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിതത്തിലെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തിയാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതെ കഴിച്ചിലാവും. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.